നമസ്കാരം. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ 77-ാം വാർഷികമാണ്. മാർച്ച് 10-ന് 77-ാം വാർഷികം ആഘോഷിക്കുകയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു ബയോഗ്രഫി എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ള മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി തന്നെ പുറത്തിറക്കിയിട്ടുള്ള മുസ്ലിം ലീഗ് സ്വതന്ത്ര ഇന്ത്യയിൽ എന്ന MC വടകരയുടെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് 5-ാമത്തെ അധ്യായം ബലിഷ്ഠമി അടിത്തറ എന്നുള്ള ഒരു 3-4 പേജ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. മുസ്ലിം ലീഗിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നും അടിസ്ഥാനത്തെക്കുറിച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു അവലോകനമാണ് ഇത്. ബലിഷ്ഠമി അടിത്തറ. ചരിത്രം ചെവിയോർത്ത് നിന്ന മുസ്ലിം ലീഗിൻ്റെ രൂപീകരണ സമ്മേളനം 1948 മാർച്ച് 10-ാം തീയതി രാവിലെ 10 മണിക്ക് തന്നെ സർക്കാർ അതിഥി മന്ദിരത്തിൽ അഥവാ ഇപ്പോഴത്തെ രാജാജി ഹാളിൽ ആരംഭിച്ചു. 147 പേരാണ് ഇതിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ 51 പേർ മാത്രമാണ് പങ്കെടുത്തത്. AK ജമാലി സാഹിബ് പ്രാർത്ഥന നടത്തി. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അധ്യക്ഷത വഹിച്ചു. വന്ധ്യവയോധികനും സ്വതന്ത്ര സമരനായകനും വീരവിപ്ലവകാരിയുമായിട്ടുള്ള മൗലാന ഹസരത്ത് മൊഹാനി ഉത്തർപ്രദേശിനെ പ്രതിനിധീകരിച്ചു. മധ്യപ്രദേശിൽ നിന്ന് സംസ്ഥാന മുസ്ലിം ലീഗ് അധ്യക്ഷൻ സയ്യിദ് അബ്ദുൽ റൌഫ് ഷാ, ബോംബെയിൽ നിന്ന് അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ അസംബ്ലി പാർട്ടി ലീഡറും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള AA ഖാൻ സാഹിബ്, ഹസനലി PA ഇബ്രാഹിം, അബ്ദുൽ ഖാദർ ഹാഫിസ് ഖാൻ എന്നിവരും പങ്കെടുത്തു. പാസ്ബാൻ ഉറുദു പത്രത്തിൻ്റെ എഡിറ്റർ ഇസ്മായിൽ തബീഷ് ആയിരുന്നു ബംഗളൂരുവിൻ്റെ പ്രതിനിധി. കുടകിൽ നിന്ന് കൂർഗ് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മജീദ് ഖാൻ, ഹജി ഹബീദുള്ള, മുഹമ്മദ് ഇസ്മായിൽ സമർക്കോട് എന്നിവരും എത്തിച്ചേർന്നു. ബാക്കിയുള്ളവരിൽ അബ്ദുൽ സത്താർ സേഠ് സാഹിബ്, KTM അഹമ്മദ് ഇബ്രാഹിം സാഹിബ്, P പോക്കർ സാഹിബ്, KM സിഡി സാഹിബ്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, NM അൻവർ, PK മൊയ്തീൻകുട്ടി, M അഹമ്മദ് മൊയ്റ്റീൻ, മുഹമ്മദ് റസാ ഖാൻ, PP ഹസൻ കോയ മുതലായവർ ഉൾപ്പെടുന്നു. ഖൈദെ മില്ലത്ത് തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവുമായും പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവുമായി നടത്തിയ സംഭാഷണങ്ങളുടെ വിശദ വിവരങ്ങൾ നൽകി. മഹാത്മാഗാന്ധിയുടെ ചരമത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കൗൺസിൽ നടപടികൾ ആരംഭിച്ചത്. സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം മാറിയ പരിതസ്ഥിതിയിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ പുരോഗതിക്കായി മുസ്ലിം ലീഗ് തുടരണമെന്ന ഔദ്യോഗിക പ്രമേയം മലബാറിൽ നിന്നുള്ള PK മൊയ്തീൻകുട്ടി സാഹിബ് അവതരിപ്പിച്ചു. 10 മണിക്കൂർ നീണ്ടുനിന്ന ഈ പ്രമേയത്തിന്മേൽ നടന്ന ചർച്ച അനുകൂലവും പ്രതികൂലവുമായ വാദമുഖങ്ങൾ കൊണ്ട് രാജാജി ഹാൾ ശബ്ദയാനമായി. 37 പേർ പ്രമേയത്തെ അനുകൂലിച്ചു, 14 പേർ പ്രമേയത്തെ എതിർത്തു. മദ്രാസിൽ നിന്നെത്തിയവരിൽ 13 പേരും, ബാംഗ്ലൂർ, കുടക് എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 പേരും, ബോംബെയിൽ നിന്നുള്ള 4 പേരും, മധ്യപ്രദേശിൽ നിന്നുള്ള ഒരാളുമാണ് പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യയിൽ മുസ്ലിം ലീഗ് നിലനിർത്തിയവർ. മൗലാന ഹസരത്ത് മൊഹാനി പ്രമേയത്തെ അനുകൂലിക്കാതിരുന്നത് നിർഭാഗ്യകരമായി. സ്വതന്ത്ര സമരത്തിലെ ഈ വീരസിംഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങുകയായിരുന്നു. റഫീഉദ്ദീൻ അഹമ്മദ് അൻസാരി നെല്ലൂർ, MA സലാം ഗുണ്ടൂർ, മുഹമ്മദ് ഇസ്മായിൽ സമർക്കോട്, അത്താവുള്ള സാഹിബ് സേലം, ചിന്നക്കാസിയാർ രാംനാട്, PP ഹസൻ കോയ മലബാർ എന്നിവരും പ്രമേയത്തെ അനുകൂലിച്ചില്ല. സംഘടനയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാക്കി മാറ്റി. ഖൈദെ മില്ലത്ത് M മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പ്രസിഡന്റായും മെഹ്മൂബ് അലി ബേഗ് ജനറൽ സെക്രട്ടറിയും ഹസനലി P ഇബ്രാഹിം ഖജാൻജി എന്നിവരെ മുഖ്യ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. വിജയവാഡയിൽ നിന്നുള്ള ബാരിസ്റ്ററും നിയമസഭാ അംഗവുമാണ് മെഹ്മൂബ് അലി ബേഗ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള സീനിയർ നേതാവാണ് ഖജാൻജിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹസനലി P ഇബ്രാഹിം. 2 വൈസ് പ്രസിഡന്റുമാരെയും 2 ജോയിന്റ് സെക്രട്ടറിമാരെയും പിന്നീട് തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിച്ചു. സർവ്വന്ത്യ മുസ്ലിം ലീഗിൻ്റെ ഭരണഘടനയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു നിയമാവലി 3 മാസത്തിനുള്ളിൽ തയ്യാറാക്കാൻ ഒരു സബ് കമ്മിറ്റിയെയും അധികാരപ്പെടുത്തി. 15 അംഗങ്ങളുള്ള നിയമാവലി നിർമ്മാണ സഭയിൽ 1 ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, MM ഖാൻ MLA, ഹസനലി P ഇബ്രാഹിം ബോംബെ, AK ഹാഫിസ് ഖാൻ ബോംബെ,
സയ്യിദ് അബ്ദുൽ റൌഫ് ഷാ മധ്യപ്രദേശ്, ഇസ്മായിൽ താബിഷ് പി പോക്കർ സാഹിബ് മെഹബൂബ് അലി ബേഗ്, KTM അഹമ്മദ് ഇബ്രാഹിം സാഹിബ് MLC, ഹാജി അബ്ദുസത്താർ സേഠ് സാഹിബ് MLA സെൻട്രൽ, ബാരിസ്റ്റർ യൂസഫ് ഷെരീഫ്, അബ്ദുൽ ഖാദർ ഷേഖ്, PK മൊയ്തീൻകുട്ടി സാഹിബ്, KMCD സാഹിബ്, മുഹമ്മദ് റസാഖാൻ എന്നിവരാണ് അംഗങ്ങൾ. ഭരണഘടനാ സബ് കമ്മിറ്റിയുടെ പ്രവർത്തനം പൂർത്തിയാകുന്നതുവരെ സർവ്വ മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന തന്നെയായിരിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പിന്തുടരുക. അതിന് താൽക്കാലികമായി നിർദ്ദേശിച്ച പദ്ധതികൾ ഇങ്ങനെയാണ്. 1. സർവ്വ മുസ്ലിം ലീഗിൻ്റെ 44 പുതുക്കിയ ഭരണഘടനയിൽ സർവ്വ എന്നോ ബ്രിട്ടീഷ് ഇന്ത്യ എന്നോ ഉള്ള പദങ്ങൾ പകരം ഇന്ത്യൻ യൂണിയൻ എന്ന പദം ഉപയോഗിക്കേണ്ടതാണ്. 2. 1-ാം വകുപ്പിന് താഴെ പറയുന്നവ പകരമായി ഉപയോഗിക്കേണ്ടതാണ്. സംഘടനയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നായിരിക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആദർശങ്ങളും ഉദ്ദേശങ്ങളും താഴെ പറയുന്നവയായിരിക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യവും അഭിമാനവും നിലനിർത്തുന്നതിലും സംരക്ഷിക്കുന്നതിലും സംസ്ഥാപിക്കുന്നതിലും സഹായിക്കുകയും രാഷ്ട്രത്തിലെ ജനങ്ങളുടെ അന്തസ്സും ക്ഷേമവും സുഖവും വർദ്ധിപ്പിക്കുന്നതിൽ പരിശ്രമിക്കുകയും ചെയ്യുക. രാഷ്ട്രത്തിലെ മുസ്ലിമുകളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും എല്ലാ ന്യായമായിട്ടുള്ള അവകാശങ്ങളും താൽപ്പര്യങ്ങളും കരസ്ഥമാക്കുകയും രക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ഇന്ത്യയിലെ മുസ്ലിമുകളുടെ മറ്റ് സമുദായക്കാരുടെയും ഇടയിൽ പരസ്പര വിശ്വാസവും സൽമനസ്സും സ്നേഹവും മതിപ്പും രഞ്ജിപ്പും വളർത്തുക. ഈ താൽക്കാലിക ഭരണഘടന അധികനാൾ വേണ്ടി വന്നില്ല. നിശ്ചിത കാലാവധിക്കുള്ളിൽ തന്നെ ഉപസമിതി പുതിയ നിയമാവലി തയ്യാറാക്കി. 48 മെയ് 11-ാം തീയതി അത് മുസ്ലിം ലീഗ് പ്രസിഡന്റിന് സമർപ്പിക്കുകയും ചെയ്തു. 51 സെപ്റ്റംബർ 1-ാം തീയതി മദിരാശിയിൽ ചേർന്ന മുസ്ലിം ലീഗ് നാഷണൽ കൗൺസിൽ പുതിയ നിയമാവലി നിസ്സാരമായ ഭേദഗതികളോടെ അംഗീകരിച്ചു. മുസ്ലിം ലീഗ് രൂപീകരണ സമ്മേളനത്തിൻ്റെ 3-ാമത്തെ പ്രമേയം അതിൻ്റെ നേരേഖയും പരിപാടിയുമാണ്. അത് പ്രകാരം പ്രമേയം 3, രാഷ്ട്രത്തിന് സ്വതന്ത്രം ലഭ്യമായിരിക്കയാൽ അതിനുശേഷമുള്ള മുസ്ലിം ലീഗിൻ്റെ നയം വ്യക്തമാക്കേണ്ടതുള്ളതിനാൽ രാജ്യത്തിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ പരസ്പര വിശ്വാസവും സന്മനസ്സും ഐക്യവും വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ക്ഷേമത്തിലേക്കും സമൃദ്ധിയിലേക്കുമുള്ള ജനങ്ങളുടെ പ്രയാണത്തെ ത്വരിതപ്പെടുത്തുന്നതിനും മുസ്ലിം ലീഗ് ഹൃദയംഗമമായി കൂറോടെ പരിശ്രമിക്കുന്നതാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഈ കൗൺസിൽ യോഗം പ്രഖ്യാപിക്കുന്നു. വിവിധ സമുദായങ്ങൾക്കിടയിൽ ഐക്യവും സമാധാനവും പാലിക്കാൻ മറ്റ് സംഘടനകളും കക്ഷികളുമായി കഴിയുന്ന എല്ലാ വിധത്തിലും സഹകരിക്കാൻ ഈ യോഗം മുസ്ലിംകളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യൻ യൂണിയനിലെ മുസ്ലിമുകളുടെ മതപരവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങളെ പരിഗണിക്കുന്നതിലായിരിക്കണം മുസ്ലിം ലീഗ് കാര്യമായി പ്രവർത്തിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുകയെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. ഈ രാഷ്ട്രത്തിൻ്റെ യുദ്ധാനന്തര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി താഴെ പറയുന്നവയെ രചനാത്മകമായ പരിപാടികളായി ഈ യോഗം രൂപീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ആവശ്യമായ മാറ്റങ്ങളോടുകൂടി ഈ പരിപാടിയെ വിവിധ മുസ്ലിം ലീഗ് അസംബ്ലി പാർട്ടി അംഗീകരിക്കണമെന്ന് ഈ യോഗം നിർദ്ദേശിക്കുന്നു. ഈ പരിപാടികളുമായി ഏകരൂപ്യമുള്ളതോ ഏതാണ്ട് ഇതുപോലെയുള്ളതോ ആയ സാമ്പത്തിക പരിപാടികളുടെ കക്ഷികളുമായും അല്ലെങ്കിൽ ഗ്രൂപ്പുകളുമായോ വ്യക്തികളുമായോ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേരിൽ ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി മുസ്ലിം ലീഗിന് സഹകരിക്കാവുന്നതാണ്. പരിപാടി: ഭൂമിയും അതിലുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യവർഗത്തിന് ദൈവം സൗജന്യമായി നൽകിയതിനാൽ അവ തൻ്റെയും കുടുംബാംഗങ്ങളുടെയും ആശ്രിതന്മാരുടെയും സുഖകരമായ ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, വാസസ്ഥലം എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഏതൊരു മനുഷ്യനും പൂർണ്ണമായ അവകാശവും അവസരവും ഉണ്ടായിരിക്കുന്നതുമാണ്. ആകയാൽ സമ്പത്തിൻ്റെ വിതരണത്തിൽ താഴെ പറയുന്ന തത്വങ്ങൾ അവലംബിക്കേണ്ടതാണ്. ഓരോ മനുഷ്യനും തൊഴിലെടുക്കാനുള്ള പൂർണ്ണ സൗകര്യമുണ്ടായിരിപ്പാൽ ഗവൺമെൻറ് ഏൽക്കേണ്ടതും രോഗം, അംഗഭംഗം, വാർദ്ധക്യം, തൊഴിലില്ലായ്മ, മരണം എന്നീ ഘട്ടങ്ങളിൽ തൊഴിലാളികൾ, തൊഴിലുടമകൾ, ഗവൺമെൻറ് എന്നിവർ നിശ്ചിതമായ ഒരു വീതപ്രകാരം പണമെടുത്ത് സ്വരൂപിക്കപ്പെടുന്ന ഒരു ഫണ്ട് വഴിക്കോ ഇൻഷുറൻസ് വഴിക്കോ സാമൂഹിക സുരക്ഷ നൽകേണ്ടതുമാണ്.
മനുഷ്യനെ ചൂഷണം ചെയ്യുവാൻ ഇടവരുത്തുന്ന വിധത്തിൽ ധനശേഖരണം സംഭവിക്കാവുന്നതല്ല. ഏതുവിധമായ പലിശയെയും ഗവൺമെൻറ് തടയേണ്ടതാണ്. ഇരു കക്ഷികളുടെയും പൂർണ്ണ മനസ്സോടും സമ്മതത്തോടും കൂടിയല്ലാതെ യാതൊരുവിധ കരാറും നീതിപൂർവമാണെന്ന് അംഗീകരിക്കുകയോ നടപ്പിൽ വരുത്തുകയോ ചെയ്യാവുന്നതല്ല. സന്ദർഭങ്ങളുടെ നിർബന്ധം കൊണ്ട് ഉണ്ടായതാണെന്ന് തോന്നുന്ന സമ്മതത്തിന്മേൽ ചെയ്യപ്പെടുന്ന ഏതൊരു കരാറിനെയും ഗവൺമെൻറ് തടയേണ്ടതും ദുർബലപ്പെടുത്തേണ്ടതുമാണ്. സ്വകാര്യ സ്വത്ത് എന്ന സ്ഥാപനം ഗവൺമെൻറ് അംഗീകരിക്കണം. പക്ഷേ അതൊരു ട്രസ്റ്റ് എന്ന നിലയിൽ മാത്രമായിരിക്കണം. ഉടമസ്ഥനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ആശ്രിതന്മാരും തങ്ങളുടെ സുഖകരമായ ജീവിതത്തിന് മാത്രം പ്രഥമ പരിഗണനയുള്ള അനുഭവസ്ഥന്മാരും ബാക്കിയുള്ളതിൽ അതാത് സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന പരിതസ്ഥിതികൾക്കനുസരിച്ച് രാഷ്ട്രത്തിലെ ജനങ്ങളെല്ലാം അനുഭവസ്ഥന്മാരായിരിക്കേണ്ടതാണ്. എന്നാൽ അവശിഷ്ട ധനം രാഷ്ട്രം മറ്റു വിധത്തിൽ ആവശ്യപ്പെടുന്നില്ലെങ്കിൽ കൂടുതൽ ധനമുണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത് ഉടമസ്ഥനെ തടയുവാൻ പാടുള്ളതല്ല. അന്യായമായോ നിയമവിരുദ്ധമായോ വഴികളിൽ കൂടിയല്ലാതെ സമ്പാദിച്ച കായികമോ മാനസികമോ ആയ പ്രവർത്തന ഫലം ഒരാളിൽ നിന്നും എടുത്ത് കളയരുത്. ഇതൊന്നിച്ചു പറയുന്ന തത്വങ്ങളുടെ വെളിച്ചത്തിൽ അന്യായമോ നിയമവിരുദ്ധമോ ആയ വഴികൾ ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് രാഷ്ട്രമാണ്. ഏതു വിധത്തിലുള്ള ലഹരി സാധനങ്ങളുടെയും ഉപയോഗവും ചൂതുകളിയും ചന്തയും രാഷ്ട്രം നിരോധിക്കേണ്ടതാണ്. ഉൽപാദന മാർഗങ്ങളും ധനവും പൂട്ടിയിട്ട് മറ്റുള്ളവരെക്കാൾ വേണ്ടുന്നതിൽ കൂടുതൽ ലാഭം കരസ്ഥമാക്കുന്ന കുത്തക സമ്പ്രദായത്തെയും മറ്റും രാഷ്ട്രം വിരോധിക്കേണ്ടതാണ്. ആളുകളെ ചൂഷണം ചെയ്തും കുത്തക സമ്പ്രദായം കൊണ്ട് പന്തയം വെച്ചും ലഹരി സാധനങ്ങൾ ഉണ്ടാക്കിയും വിറ്റും പണം സമ്പാദിക്കുന്നതിനെ രാഷ്ട്രം തടയണം. മാത്രമല്ല ഇത്തരം കുറ്റക്കാരെ ശിക്ഷിക്കുന്നത് കൂടാതെ ഈ വഴികളിൽ കൂടി അവർ സമ്പാദിച്ച സ്വത്തിനെയും പിടിച്ചെടുക്കേണ്ടതാണ്. ഈ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ഏത് വഴിക്കാണ് ജനങ്ങൾ സ്വത്ത് സമ്പാദിച്ചത് എന്നറിയുവാൻ ഗവൺമെൻറ് അന്വേഷണം നടത്തേണ്ടതില്ല. പക്ഷേ അത്തരം സ്വത്തുക്കളുടെ വിനിയോഗം മുകളിൽ 5-ാം ഖണ്ഡികയിൽ പറഞ്ഞ പ്രകാരം മാത്രം ക്ലിപ്തപ്പെടുത്തേണ്ടതാണ്. ഭൂമുഖത്തും ഭൂഗർഭത്തിലും കാണുന്ന എല്ലാ സ്വത്തുക്കളും ഖനികളും മറ്റു സാധനങ്ങളും രാഷ്ട്രത്തിൻ്റേതായിരിക്കുന്നതാണ്. പക്ഷേ ഒരാളുടെ കൈവശം മുമ്പുണ്ടായിരുന്ന സ്ഥലം അയാളിൽ നിന്ന് എടുക്കരുത്. അത് അയാൾക്ക് സ്വന്തം കൃഷിക്കും മറ്റുപയോഗത്തിനും കിട്ടേണ്ടതാണ്. ഭൂമിയുടെ മുകൾ പരപ്പിൽ കണ്ടെത്തുന്ന ഖനികളും ഖനന വസ്തുക്കളും ഉള്ള നിലത്തിൻ്റെ ഉടമസ്ഥന് പ്രസ്തുത സാധനങ്ങളിൽ ഒരോഹരിക്കും അർഹതയില്ല. ഭൂമിയുടെ മുകളിൽ കണ്ടെത്തുന്ന എല്ലാ ഖനന വസ്തുക്കളും രാഷ്ട്രത്തിൻ്റെതാണ്. ഭൂമിയുടെ ഉള്ളിൽ ഖനന വസ്തുക്കൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള നിലത്തിൻ്റെ ഉടമസ്ഥന് അത് കുഴിച്ചെടുക്കാൻ രാഷ്ട്രം അനുവദിക്കുകയാണെങ്കിൽ ആദായത്തിൻ്റെ 1/5 പ്രസ്തുത ഉടമസ്ഥൻ അർഹനാണ്. കൃഷി ചെയ്യാൻ സാധിക്കാത്ത ഒരു ഭൂവുടമ തൻ്റെ നിലം കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുവന് തുച്ഛമായ പാട്ടത്തിന്മേൽ ചാർത്തിക്കൊടുക്കേണ്ടതാണ്. ആ പാട്ടം ഭൂനികുതിയും വസ്തുകൈവശക്കാർ ഉണ്ടാക്കിയിട്ടുള്ള കുഴിക്കൂറുകൾക്ക് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വിലയും അടങ്ങിയിരിക്കേണ്ടതാണ്. കെട്ടിടത്തെ സംബന്ധിച്ചാണെങ്കിൽ ഉടമസ്ഥന് മേൽപ്പറഞ്ഞ തോതിനെ അടിസ്ഥാനപ്പെടുത്തി ഗവൺമെൻറ് നിശ്ചയിക്കുന്ന തുച്ഛമായ വാടക കിട്ടുവാൻ അവകാശമുണ്ടായിരിക്കുന്നതാണ്. നിലം നികുതിയും ഉൽപ്പന്നങ്ങളും തമ്മിൽ എത്രയും ന്യായമായ ഒരു ബന്ധം ഉണ്ടായിരിക്കേണ്ടതാണ്. മഴയില്ലാത്തത് കൊണ്ടോ മറ്റ് ദൈവഗത്യ ഉള്ള കാരണങ്ങൾ കൊണ്ടോ വിളനാശം വരികയാണെങ്കിൽ നിലനികുതി മടക്കി കൊടുക്കുവാനുള്ള ഉപാധിയും ഉണ്ടായിരിക്കേണ്ടതാണ്. കൃഷിയുടെ അഭിവൃദ്ധിക്കും ജലസേചന സൗകര്യത്തിനും വേണ്ടിയുള്ള വഴികൾ ഗവൺമെൻറ് നൽകേണ്ടതുണ്ട്. മൊത്തം ചിലവിന്മേൽ അധിഷ്ഠാപിതമായ ഇതിന് യാതൊരു ഫീസും വസൂലാക്കരുത്. മേച്ചിൽ സ്ഥലങ്ങൾ സ്വതന്ത്ര മേച്ചിൽ സ്ഥലങ്ങളായി എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. തീവണ്ടി, വിമാനം, കപ്പൽ, കമ്പി, വിദ്യുച്ഛക്തി, ജലസേചനം, ഖനികൾ എന്നിവ ഗവൺമെൻറ്റിൻ്റെ വകയായിരിക്കേണ്ടതാണ്. ദേശീയവൽക്കരണം എത്രയും ചെറിയ പരിധിയിൽ അടങ്ങിയിരിക്കേണ്ടതാണ്. മറ്റ് തുറകളിലുള്ള പൊതുജനാവശ്യത്തിൻ്റെ വലിയൊരു മാനദണ്ഡമായിരിക്കും അതിനെ തീരുമാനിക്കേണ്ടത്. സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഗവൺമെൻറ് നൽകേണ്ടതാണ്.
സെക്കൻഡറി വിദ്യാഭ്യാസവും മറ്റ് ഉയർന്ന വിദ്യാഭ്യാസവും നൽകുന്നതും ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്തുന്നതുമായ സ്ഥാപനങ്ങൾ വേണ്ടത്ര സഹായം ഗവൺമെൻറ് നൽകേണ്ടതാണ്. വയോജന വിദ്യാഭ്യാസത്തിന് സൗകര്യമുണ്ടാക്കുക, അതുവഴി നിരക്ഷരത്വത്തെ ഏറ്റവും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിഷ്കാസനം ചെയ്യേണ്ടതാണ്. പൊതുജനാരോഗ്യ അഭിവൃദ്ധിക്ക് വേണ്ടി ആശുപത്രികൾ അടക്കമുള്ള സൗജന്യ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കേണ്ടതാണ്. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി എക്സ്റേ പരിശോധന കാലം തോറും നൽകേണ്ടതാണ്. ഇത്രയും പുരോഗമനാത്മകമായ ഒരു നയപരിപാടി മുന്നോട്ട് വെക്കാൻ ആ കാലത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. സ്വതന്ത്ര ഭാരതത്തിന് ഇനിയും ഒരു ഭരണഘടന തയ്യാറായി കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാലത്താണ് മുസ്ലിം ലീഗ് ഇത്തരമൊരു നയരേഖ ആവിഷ്കരിച്ചത് എന്ന വസ്തുത പ്രത്യേകം ഓർമ്മിക്കപ്പെടേണ്ടതാണ്. ആവിഷ്കരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ കാര്യമായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ ഇന്ത്യയുടെ ഭാവി ഭരണഘടനാ സങ്കല്പങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്ന ഭരണഘടനാ ശില്പികളെ ഓർമ്മപ്പെടുത്തുകയാണ് മുസ്ലിം ലീഗ്. നയരേഖ വിശകലനം ചെയ്തു നോക്കിയാൽ ഇന്ന് ഇന്ത്യ വിജയകരമായി പ്രയോഗിച്ചു വരുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയിലേക്കാണ് അതിൽ വിരൽ ചൂണ്ടുന്നത്. ഇടതുപക്ഷ പാളിച്ചകൾക്കും വലതുപക്ഷ വ്യതിയാനങ്ങൾക്കുമിടയിലെ കൃത്യമായ മധ്യമാർഗമാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. രേഖയിൽ സ്വകാര്യ സ്വത്തവകാശം അനുവദിക്കപ്പെടുന്നുണ്ട്, പക്ഷേ അതൊരു ട്രസ്റ്റി എന്ന നിലയിൽ മാത്രം. സമ്പത്ത് കുന്നുകൂടാൻ അത് ആരെയും അനുവദിക്കുന്നുമില്ല. തൊഴിലെടുക്കാനും വിദ്യാഭ്യാസം ലഭിക്കാനുമുള്ള അവകാശം മൗലിക അവകാശമാണ് എന്ന് നയരേഖ പറയുന്നു. ഏകദേശം അരനൂറ്റാണ്ടിന് ശേഷമാണ് ഈ അവകാശങ്ങളൊക്കെ മൗലിക അവകാശമായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് എന്നത് ഒരു വലിയ കാര്യമാണ്. ഞാൻ അതുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിക്കൊണ്ടാണ് ഈ ഒരു അടിസ്ഥാന രേഖ മുസ്ലിം ലീഗിൻ്റെ 77-ാം വാർഷികത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു അടിസ്ഥാന രേഖ ഇത്രയും കാര്യമായിട്ട് നിങ്ങൾക്ക് സമയമെടുത്ത് വായിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ടാണ്. സ്വകാര്യ ഉടമയിലായിരുന്ന ഇന്ത്യയിലെ കപ്പൽ, വിമാനം, ട്രെയിൻ സർവീസുകളെല്ലാം വിദ്യുച്ഛക്തി ഉൽപാദനം, ഖനികളും മറ്റും ദേശസാൽക്കരിക്കണമെന്ന് ആവശ്യത്തിന് വിപ്ലവകരമായ ഒരു സോഷ്യലിസ്റ്റ് മുഖമുണ്ട്. ആ സർവീസുകളെല്ലാം ക്രമേണ പൊതുമേഖലയിൽ ആഴിക്കഴിഞ്ഞുവല്ലോ. 60കളിൽ മാത്രമാണ് സാമ്പത്തിക ചർച്ചകളിൽ കുത്തകളെക്കുറിച്ച് നാം പറഞ്ഞു വന്നത്. എന്നാൽ 48-ൽ തന്നെ മുസ്ലിം ലീഗ് കുത്തകകളുടെ അപകട സാധ്യതകളെ പറ്റി സൂചന നൽകുകയും അത് നിയന്ത്രിക്കണമെന്ന് ഭരണാധികാരികളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. കാര്യം ബോധ്യപ്പെട്ട സർക്കാർ വളരെ വൈകിയാണെങ്കിലും ARTP മോണോപ്പൊളി, റെസ്ട്രിക്ഷൻസ് ആൻഡ് ട്രേഡ് പ്രാക്ടീസ് മുതലായ നിയമങ്ങളിലൂടെ കുത്തകൾക്ക് മൂക്കുകയറിട്ടു. നയരേഖയിൽ പറഞ്ഞ പലിശ വിമുക്ത ബാങ്കിംഗ് സമ്പ്രദായത്തിന് ഇസ്ലാമിക മൂല്യങ്ങളുടെ സ്പർശമുണ്ട്. ഇത്തരം ബാങ്കിംഗ് സമ്പ്രദായം എന്ന ആശയം ഇന്ന് അപ്രാപ്യമായ ആകാശകുസുമമല്ല. വിദേശ രാജ്യങ്ങളിൽ അത് നടപ്പുണ്ട്. റിസർവ് ബാങ്ക് തലത്തിൽ ഇപ്പോൾ ആ സമ്പ്രദായത്തെപ്പറ്റി ഗൗരവമായി ആലോചിച്ചു വരികയാണ്. 48-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ സജീവമല്ലാത്ത കാലത്താണ് അവരെ പോലും അതിശയിപ്പിക്കുമാറുള്ള ഒരു നയരേഖ മുസ്ലിം ലീഗ് അവതരിപ്പിച്ചിരിക്കുന്നത്. മദ്രാസ് അസംബ്ലിയിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2 MLA-മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ ഒരാൾ അനന്തൻ നമ്പ്യാർ ജയിലിലും, മുസ്ലിം ലീഗിനാണെങ്കിൽ 29 MLA-മാരുടെ അംഗബലവും പ്രതിപക്ഷ നേതൃപദവിയും ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും നിങ്ങളോട് ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ ഒരു നയരേഖ മാത്രം മതി എന്തായിരുന്നു മുസ്ലിം ലീഗ് എന്നറിയപ്പെടാൻ. അപ്പോൾ നിങ്ങളിത് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ മുസ്ലിം ലീഗ് സ്വതന്ത്ര ഇന്ത്യയിൽ എന്ന MC വടകരയുടെ പുസ്തകം നിങ്ങൾ വായിക്കണം. വളരെ വ്യക്തമായിക്കൊണ്ട് എന്താണ് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ്.